അങ്ങനെ മുഹമ്മദ് ഷാമിയുടെ കാര്യത്തിൽ തീരുമാനമായിരിക്കുകയാണ്. 2023 ഏകദിന ലോകകപ്പിൽ ഫൈനൽ വരെ ഇന്ത്യയെ എത്തിക്കാൻ ഏറ്റവും നല്ല ബൗളിംഗ് കാഴ്ചവെച്ച ബൗളറായിരുന്നു മുഹമ്മദ് ഷാമി. എന്നാൽ ടൂർണമെൻറ്റിന് ശേഷം അദ്ദേഹം കണങ്കാലിനേറ്റ പരിക്ക് മൂലം ഇന്ത്യൻ ടീമിൽ നിന്ന് പുറത്താവുകയായിരുന്നു. പിന്നീട് പരിക്കിൽ നിന്ന് മുക്തി നേടി ഇപ്പോൾ നടന്ന സയ്യിദ് മുഷ്താഖ് അലി 2020 ക്രിക്കറ്റ് ട്രോഫിയിൽ ബംഗാളിന് വേണ്ടി മിന്നുന്ന പ്രകടനമാണ് മുഹമ്മദ് ഷാമി കാഴ്ചവെച്ചത്. ഇപ്പോൾ നടക്കുന്ന ബോർഡർ ഗവാസ്കർ ട്രോഫിയിൽ മുഹമ്മദ് ഷാമി ഇന്ത്യൻ ടീമിനോടൊപ്പം പിന്നീട് ചേരുമെന്ന വാർത്തകൾ വന്നിരുന്നു. എന്നാൽ സൂപ്പർ താരത്തിന് ഇനി ടൂർണമെൻറ്റിൽ പങ്കെടുക്കുവാൻ സാധിക്കില്ല എന്ന കൺഫേംഡ് ന്യൂസാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതിനു മുമ്പ് ഫ്രണ്ട്സ്, കഴിയുമെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് പരിഗണിക്കുക. ഇപ്പോൾ നടക്കുന്ന ബോർഡർ ഗവാസ്കർ ട്രോഫിയിൽ ഇന്ത്യൻ ടീമിന് മികച്ചൊരു പേസ് ബോളറുടെ കുറവുണ്ട് എന്ന് നിസ്സംശയം പറയാം. എന്നാൽ ആ സ്ഥാനത്തേക്ക് മുഹമ്മദ് ഷാമി വന്നിരുന്നെങ്കിൽ ടൂർണമെൻറ്റ് വിജയിക്കുവാൻ ഇന്ത്യക്ക് സഹായകരമായാനേ എന്നാണ് ഒട്ടുമിക്ക ആരാധകരുടെയും വിലയിരുത്തൽ. എന്നിരുന്നാലും നാഷണൽ ക്രിക്കറ്റ് അക്കാദമിയുടെ ഫിറ്റ്നസ് ടെസ്റ്റിൽ അദ്ദേഹം 100% ഫിറ്റല്ല എന്ന അഭ്യൂഹം പരക്കെ പരന്നിരുന്നു. എന്നാൽ അതിനെ വിശ്വസിപ്പിക്കുന്ന തരത്തിലുള്ള സംഭവവികാസങ്ങളാണ് നടന്നു വരുന്നത്. ഈ മാസം 21-ാം തീയതി മുതൽ ആരംഭിക്കുന്ന വിജയ് ഹസാരെ ട്രോഫിയിൽ ബംഗാളിൻ്റെ ടീം ലിസ്റ്റിൽ താരത്തിൻ്റെ പേരുൾപ്പെടുത്തി. അതോടെ ബോർഡർ ഗവാസ്കർ ട്രോഫി കളിക്കുവാൻ ഇന്ത്യൻ ടീമിൻ്റെ ഒപ്പം മുഹമ്മദ് ഷാമി ചേരില്ല എന്നത് ഏകദേശം ഉറപ്പായി. ഒരു ബുംറയുടെ ചുമലിലേറി മാത്രമാണ് ബോർഡർ ഗവാസ്കർ ട്രോഫിയിൽ ഇന്ത്യ സഞ്ചരിക്കുന്നത്. മറ്റുള്ള ബോളർമാരാകട്ടെ പ്രതീക്ഷയ്ക്കൊത്ത് തിളങ്ങുവാനും കഴിയുന്നില്ല. ഏതായാലും ബോർഡർ ഗവാസ്കർ ട്രോഫിയിൽ മുഹമ്മദ് ഷാമിയെ ടീമിനൊപ്പം ചേർത്തിരുന്നെങ്കിൽ അത് ഇന്ത്യക്ക് തീർച്ചയായും മുതൽക്കൂട്ടായാനേ എന്ന് ഒരു ക്രിക്കറ്റ് ആരാധകർ എല്ലാവരും പറയുന്നത്.